ചെപ്പലി ഞാൻ സൂക്ഷിക്കുകയും ഏകാന്തതകളിൽ അയവിറക്കാനുള്ള ഉപയോഗിക്കുകയും ചെയ്യാം. ഇവിടെ ബാലേന്ദ്രൻ സംസാരിച്ചപ്പോൾ എനിക്ക് അർഹമായ അംഗീകാരം കിട്ടിയില്ല എന്ന് പറഞ്ഞു. സാഹിത്യ അക്കാദമിയുടെയോ സർക്കാരിന്റെയോ പാർട്ടിയുടെയോ അംഗീകാരം കിട്ടിയില്ലായിരിക്കാം. പക്ഷെ അതിലുമൊക്കെ ഏറ്റവും വലിയൊരു അംഗീകാരം എനിക്ക് കിട്ടി. എൻ്റെ ഈ പുസ്തകത്തിന് അതിന്റെ പ്രകാശനത്തിന് CA ആന്റണിയത്തിന് ലഭിച്ചു, അദ്ദേഹം നിർവഹിച്ചു എന്ന്. അതിനും അധികമായി അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന പ്രശസ്ത സാഹിത്യകാരനായ ശശി തരൂർ ഈ പുസ്തകത്തിന് അവതാരിക എഴുതി തന്നു. കൂടാതെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ സ്നേഹിതന്മാർ ഓണക്കൂറും MM ഹസനും യുവന്റെ വിഷ്ണുവിന്റെയൊക്കെ സാന്നിധ്യം. അതിനും അതീതമായി എന്റെ മുമ്പിലിരിക്കുന്നവരെല്ലാം ഈ സ്റ്റേജിൽ ഇരിക്കാൻ ആൾക്കാരാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവര്, ഏറ്റവും അടുപ്പമുള്ളവരെ മാത്രമാണ് ഈ ചടങ്ങിന് വേണ്ടി ക്ഷണിച്ചവരെല്ലാവരും ഇവിടെ വരികയും ചെയ്തു. ഈ സർക്കാരിന്റെ അംഗീകാരത്തെക്കാളും ഏറ്റവും വലിയ അംഗീകാരമായി ഞാൻ കാണുന്നത് ഈ സ്നേഹമാണ്, ഈ അംഗീകാരം. ഇനി പുസ്തകത്തെ കുറിച്ച് സമയം അതിക്രമിച്ച് വളരെ ചുരുക്കി പറയാം. പുസ്തകത്തെ കുറിച്ച് ഈ ജീവചരിത്രമാണെങ്കിലും ഇത് വൈയക്തികമല്ല, ഇത് സാംസ്കാരികമാണ്, സാഹിത്യമാണ്, രാഷ്ട്രീയപരമാണ്. വ്യക്തിപരമായ എന്റെ കാര്യങ്ങൾ വലുതായിട്ടൊരു 20% പോലും ഇതില് പരാമർശിച്ചിട്ടില്ല. ഉദാഹരണത്തിന് എന്റെ കൗമാര യൗവന കാലഘട്ടത്തിലേക്ക് എടുത്താൽ, വിദ്യാർത്ഥി ജീവിത കാലഘട്ടത്തിൽ എടുത്താൽ, അത് SM കോളേജിലെ KSUവിന്റെ ചരിത്രമാണ്. KSUവിന്റെ കൊല്ലം ജില്ലയുടെ, യൂത്ത് കോൺഗ്രസിന്റെ കൊല്ലം ജില്ലയുടെ ചരിത്രമാണ്. അതിലെ നേട്ടങ്ങളെക്കാളും അതിന്റെ മനസ്സിൽ നിൽക്കുന്നതും വസന്തകുമാർ ആവിഷ്കരിച്ചിരിക്കുന്നതും അന്നത്തെ ദുഃഖങ്ങളാണ്. ആ ദുഃഖങ്ങൾ ഇന്നൊരു സുഖമാണ്. കാരണം ബസ് കൂലിക്ക് പൈസ ഇല്ലാത്തത് കൊണ്ട് 20, 30, 40 കിലോമീറ്റർ ഓരോ സ്കൂളിലെ യൂണിറ്റിന്റെ ഉദ്ഘാടനത്തിനും പരിപാടിക്കും കൊട്ടറ ഗോപാലകൃഷ്ണൻ ലോഡ് വെച്ച് ചവിട്ടി പോയിട്ടുള്ള ഓർമ്മയുണ്ട്. സമരങ്ങളിൽ പങ്കെടുത്ത് മർദ്ദനമേറ്റ് വെളിയിൽ പറയാനും പറ്റത്തില്ല, വീട്ടിൽ ചെന്ന അടുത്ത മർദ്ദനം കൂടെ കിട്ടും. രഹസ്യമായി ആ വേദന സഹിച്ചതിന്റെ അനുഭവങ്ങളുണ്ട്. ജയിലിൽ കിടന്നതിന്റെ അനുഭവങ്ങളുണ്ട്. ജയിലില് ഇന്നത്തെ മട്ടണും ചിക്കനും ഒന്നും അന്നില്ലായിരുന്നു. കാരണം ഈ അലൂമിനിയം പാത്രമാണ്, അതിന്റെ ദ്വാരമുണ്ട്, അതിന്റെ കുഴിയിലെല്ലാം ക്ലാവ് കുടിച്ചിരിക്കുന്നതാണ്. സോമരായ സാറിന് അറിയാതിരിക്കും അന്നത്തെ സ്ഥിതി. അപ്പൊ അതിൽ കിട്ടുന്ന ചോറിൽ കുറച്ച് സാമ്പാർ ഒഴിക്കും, മുകളിൽ നിന്ന് ശകലം കഴിക്കും, ബാക്കി ആർത്തിയോടിരിക്കുന്ന മറ്റുള്ളവർക്ക് കൊടുക്കും. ജയിലിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നപ്പോഴും ഒരു രസകരമായ സംഭവം ഉണ്ടായി. ഒരു നല്ലൊരു പോഷ ഹോട്ടലിൽ ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ഇരിക്കുകയായിരുന്നു ചായ കുടിച്ചത്. അപ്പൊ അവിടെ വിറക് വെട്ടിക്കൊണ്ടിരുന്ന ആള് മുഷിഞ്ഞ വേഷത്തിൽ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. സാറേ, എന്നെ ഓർക്കുന്നില്ലേ? നമ്മൾ ഒരുമിച്ച് ജയിലിൽ കിടന്നതാണ്. അത് പലതവണ എനിക്ക് ചോറ് തന്നിട്ടുള്ള ഓർക്കുന്നില്ലേ എന്ന് ചോദിച്ച രസകരമായ അനുഭവങ്ങളും ആ ഇതിലുണ്ട്. അതിന് എനിക്ക് ചരിത്രകാരനായ ചെറിയ ഫിലിപ്പിനോട് പറയാനുള്ളത്, ഒന്ന്, ആ KSU കാലത്തിന്റെ ശരിയായ ചരിത്രം ഇന്നുവരെ വന്നിട്ടില്ല. അന്നത്തെ ആദർശത്തിൽ അധിഷ്ഠിത, മൂല്യാധിഷ്ഠിതമായ രാഷ്ട്രീയം വയലാറിയുടെ, AC ജോർജിന്റെ, MA ജോണിന്റെ ഒക്കെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആ രാഷ്ട്രീയ കാലഘട്ടം. അന്ന് ആലുവാപ്പുഴയുടെ തീരത്തെന്നും എല്ലാ വർഷവും നമ്മൾ ക്യാമ്പ് കൊടുക്കും. അതുപോലെ വാസവി കല്യാണ മണ്ഡപത്തില് ക്യാമ്പ് അവിടെ സമ്മേളനം നടന്നപ്പോഴ് ഞങ്ങൾക്ക് യൂത്ത് കോൺഗ്രസുകാർക്ക് ഒരു പെരുമാറ്റച്ചട്ടം ഉണ്ടാക്കി. ക്ലബുകളുടെ അംഗത്വം എടുക്കരുത്, മദ്യപിക്കരുത്, മന്ത്രിമാരുടെ വീടുകളിൽ ശുപാർശയ്ക്ക് പോകരുത്. അതിന്റെ സ്വാധീനം രാഷ്ട്രീയം വിട്ട് എന്നിലും ഉണ്ടായിരുന്നു. ഞാൻ രാഷ്ട്രീയം വിട്ട് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലിയായപ്പോഴും മോഹൻ ശങ്കർ വന്നിട്ട് പറഞ്ഞു, ഔദ്യോഗിക പാനലില് എന്നെയും കൂടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു വെസ്റ്റേൺ ട്രസ്റ്റിന്റെ പാനല്. അപ്പൊ ഞാൻ വളരെ വിനയപൂർവ്വം നിരസിച്ചു. ഒരു വർഗീയ ചുവയുണ്ടെന്നുള്ള ഒരു ഇതിലാണ് നിരസിച്ചത്. കാരണം വർഗീയ സംഘടനയിലെ അംഗത്വം എടുക്കരുതെന്നല്ലേ നമ്മുടെ നിയമം. അവരോട് ഇത് എഡ്യൂക്കേഷൻ ഇതാണ്. പക്ഷെ അന്നും അതിൽ പോയില്ല. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നപ്പോ എന്റെ സഹപ്രവർത്തകര് ഉച്ചയ്ക്ക് നന്ദൻകോട് കള്ളുഷാപ്പിലാണ് ഉണ്ണാൻ പോകുന്നത്. പിന്നെ അവര് പലരും ഇവിടെ ശ്രീമൂലം ക്ലബിലും ഇവിടെ എല്ലാം അംഗങ്ങളുമാണ്. പഴയുള്ള പക്ഷെ എന്നെ വളരെ നിർബന്ധിച്ച പൈസ ഞാൻ കൊടുക്കാം, ശ്രീമൂലം ക്ലബിലെ അംഗത്വം എടുക്കുക, ടെന്നീസ് ക്ലബിലെ അംഗത്വം എടുക്കുക. അപ്പോഴും AK-യുടെ വയലാതിരവിയുടെയൊക്കെ ശബ്ദമാണ് എന്റെ മനസ്സിൽ ഒഴുകിയത്. ക്ലബുകളിലെ അംഗത്വം എടുക്കരുത്. കാരണം ഞങ്ങൾക്ക് മാതൃകയായ അന്നത്തെ നേതാക്കന്മാരാരും ഒരു സിഗരറ്റ് വലിക്കുകയോ മദ്യപിക്കുകയോ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ അണികളിൽപ്പെട്ട ജില്ലാതലത്തിലുള്ള നേതാക്കളായ ഞങ്ങളുടെ പേരിൽ ഒരു അണിട്രാപ്പും ഉണ്ടായില്ല.
ഞങ്ങളുടെ പേരിലെ ഒരു റേപ്പ് കേസും ഒരു പെണ്ണ് കേസും ഞങ്ങളുടെ പേരിലൊന്നും ഉണ്ടായില്ല. ഒരു ആദർശത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ അന്ന് കഴിഞ്ഞിരുന്നു. പക്ഷെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്താത്ത ഒരു ഇതുണ്ട്. കേസുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ചരിത്രം, AK-യുടെയും വയലാറിന്റെയും MLA-യുടെയും നേതൃത്വത്തിലുള്ളത്. ഒന്ന്, എന്റെ കൗമാര കാലഘട്ടത്തിലെ സാഹിത്യരംഗം എന്ന് പറയുന്നത് ആധുനികതയുടെ സാഹിത്യമായിരുന്നു. കാക്കനാടിന്റെ മുകുന്ദന്റെയൊക്കെ ആധുനിക സാഹിത്യം. ആധുനികതയുടെ സിദ്ധാന്തം എന്ന് പറയുന്നത് മരണം ശാശ്വത സത്യമാണ്, ജീവിതം ക്ഷണികമാണ്, ഈ ക്ഷണികമായ ജീവിതം സുഖിക്കാനുള്ളതാണ്, സുഖമെന്ന് പറയുന്ന മദ്യവും മയക്കുമരുന്നും മദിരാശിയുമാണ് എന്നുള്ളത്. അതുപോലെ ലൈംഗിക അരാജകത്വം, കുഞ്ഞമ്മയുമായിട്ടും ബന്ധങ്ങളെല്ലാം കുറച്ചുകൊണ്ടുള്ള ലൈംഗികരാജത്വം, അതിനാകർഷകനായി പോയി അന്നത്തെ തലമുറയിലെ നല്ലൊരു വിഭാഗം ചെറുപ്പക്കാര് ഹിപ്പികളായി മയക്കുമരുന്നിന് അടിവുകളായി അത് പോയി. അതുപോലെ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് നക്സൽബാരി പ്രസ്ഥാനമാണ്. അതിനെ ആകർഷിക്കാൻ കാരണം കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം കാപട്യമാണ്, അത് അപ്രായോഗികമാണ്, വഞ്ചനയാണ് എന്ന് അരുണ ദശകത്തിന് ബാല്യണ്ണന്റെ മോളും കൂടി നിന്ന് ചിരിക്കുന്ന കവികൾ വരെ പാടി. ONV ചോദിച്ചു, എവിടെ ആ വാഗ്ദത്ത ഭൂമി എവിടെ എന്ന് ONV ചോദിച്ചു. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചു കാത്തൊരു തത്വശാസ്ത്രത്തെ എന്ന് വൈചാരം പാടി. ബാലണ്ണന്റെ മോള് കൂടിയിരിക്കുന്നവർ ഞാനിപ്പോഴും ഓർക്കുന്നു. ബാലണ്ണന്റെ മഹാപ്രസ്ഥാനത്തിൽ ബാലണ്ണനും പാടി, ഇത്തിരി വിഷാദം കുടിച്ചിറക്കി, ഇത്തിരി വികാരം മനസ്സിൽ പിടിച്ചു നിർത്തി, നഷ്ടബോധത്തെ പിടിച്ചു നിർത്തി, ചോദിച്ചിടട്ടെ സഖാവേ, ഇമ വെട്ടിച്ചു നിന്ന് പൊട്ടിച്ചൂട്ടി ചാരമായെന്ന് ഉറപ്പായോ, വഴികാട്ടിയായി നിന്ന നക്ഷത്രം മിഴിപൂട്ടിയെന്ന് ഉറപ്പായോ. അതെന്ത് ഈ അരുണ ദശകത്തിലെ കവികൾ മാത്രമല്ല, യുവാക്കളെയും ഈ അപജയം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അപജയം ബാധിച്ചു. അവര് നക്സൽബാരികളായി കുറെ യുവാക്കളുണ്ടായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ എന്റെ തലമുറയിലെ യുവാക്കളെ നക്സൽബാരികളാക്കാതെ, അതുപോലെ തന്നെ മയക്കുമരുന്ന് അടിവുകളാക്കാതെ സംരക്ഷിച്ചത് AK-യും വയലാറിനെയും MLA-യും തോപ്പുരുവിയും ഒക്കെ നേതൃത്വം നൽകിയ ആ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനമാണ്. പക്ഷെ എന്നും എവിടെയോ ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോയ ഒരു ശ്രമം. ഞാൻ നീട്ടുന്നില്ല, രാഷ്ട്രീയത്തിന്റെ ഇത് കഴിഞ്ഞു. ഞാൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നപ്പോൾ പുസ്തക പ്രസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞു. ലിംഗ ബുക്ക് ഓഫ് വേർഡ്സിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറാൻ അവസരം ഉണ്ടായിരുന്നു. 1 ദിവസത്തെ കൊണ്ട് 109 പുസ്തകങ്ങളുണ്ട്. പക്ഷെ ഇതിനേക്കാളെല്ലാം അധീനമായി ഞാൻ ഒരു നേട്ടമായി കാണുന്നത് NV പഠിപ്പിച്ച പാഠമാണ്. കാലത്തിനനുസൃതമായി ഭാഷയെ പരിഷ്കരിക്കണം. കമ്പ്യൂട്ടർ യുഗത്തിനനുസരിച്ച് ഭാഷയെ പരിഷ്കരിക്കാനും അതിന് ഭാഷയെ സജ്ജമാക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് വലിയ നേട്ടം. പിന്നെ NV എന്റെ സർവസ്വമാണ്, ഗുരുവാണ്. പക്ഷെ അദ്ദേഹം ആവിഷ്കരിച്ച ശബ്ദാവലി, കാരണം പുസ്തകങ്ങൾ എഴുതണമെങ്കിൽ ശബ്ദാവലിയാണ്, അത് സംസ്കൃത ജടിലമായിരുന്നു. പക്ഷെ അത് അദ്ദേഹത്തിന്റെ കുറ്റമില്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു നിർദ്ദേശമായിരുന്നു. പാനേറ്റ് 95-ൽ അച്യുശങ്കർ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ സഹായത്തോടെ ആ ശബ്ദാവലി നമ്മൾ മാറ്റി പ്രചാരമുള്ള ഇംഗ്ലീഷ് പദങ്ങൾ അദ്ദേഹം എടുക്കാമെന്ന് തീരുമാനിച്ചു. നമ്മൾ പാളയത്തിൽ ചെല്ലുമ്പോഴേ ഒരു ബോർഡ് കാണാം, നിയമസഭാ സാമാജികരുടെ വാസസ്ഥലമാണ്. MLA ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമെങ്കിൽ അത് തന്നെ എടുത്താൽ മതി. അതുപോലെ കമ്പ്യൂട്ടർ ഗ്രന്ഥങ്ങൾക്ക് മൗസിന് മൂഷികനൊന്നും കൊടുത്തില്ല, ഹാർഡ്വെയർ സോഫ്റ്റ്വെയറുകൾ. അതിനെ തുടർന്നാണ് ശാസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ നമുക്ക് ഉണ്ടാകാൻ കഴിഞ്ഞത്. വൈയക്തികമല്ല ആയിട്ട് ആകെ ഒരു കാര്യം മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. അതിവിടെ ഉണക്കൂട് സൂചിപ്പിച്ച പോലെ എന്റെ മകന്റെ കാര്യമാണ്. 33 ദിവസം വെന്റിലേറ്ററിൽ കിടക്കേണ്ടി വന്നു. ഒരു ദിവസം രാവിലെ എന്നെയും മോളിൽ വിളിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു, ഇനി രാകേഷിന് വേണ്ടി ഒന്നും ചെയ്യാനില്ല. എന്തോ ഈ പ്രപഞ്ചം മൊത്തം തകർന്നു വീഴുന്ന, ഹോസ്പിറ്റലിൽ തകർന്നു വീഴുന്ന ഒരു ആരവമാണ് എന്റെ മനസ്സിൽ മുഴങ്ങിയത്. അവിടുന്ന് എന്തൊക്കെയോ ഭാര്യയൊക്കെയോ ശകാരിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ ചെന്നു. വീട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് വരുന്ന ഒരു ഫോൺ കാൾ എടുക്കാൻ ഉദ്ദേശിച്ചില്ല. പക്ഷെ നോക്കിയപ്പോൾ AK ആന്റണി എന്നാണ്. അതിനു മുമ്പ് പല ദിവസവും അദ്ദേഹം വിളിച്ച് ചോദിക്കുമായിരുന്നു രാകേഷിന്റെ വിവരം. അന്നും അദ്ദേഹം ചോദിച്ചു, രാകേഷൻ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അതിന് എന്റെ മറുപടി നിലവിളിയായിരുന്നു, എൻ്റെ ഒരു അർത്ഥനാഥമാണ്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എന്റെ 10 വയസ്സും 15 വയസ്സുള്ള എന്റെ പേരക്കുട്ടികൾ അപ്പൂപ്പ കരയാതെ, അച്ഛൻ നാളെ വരും, അപ്പൂപ്പൻ കരയാതെ. അപ്പോഴാണ് ഞാൻ ഇത്രത്തോളം അധപ്പതിച്ചു. എന്റെ മക്കളെയും കൊച്ചുമക്കളെയും ആശ്വസിപ്പിക്കേണ്ട ഞാൻ ഇങ്ങനെ തകരാമോ? അന്ന് എന്റെ കണ്ണുനീര് അവിടെ പറ്റി. അതിനുശേഷം ഞാൻ എനിക്ക് എന്റെ ജീവിതം ഒരു
നാടകമാണ്, നമ്മൾ അഭിനയിക്കേണ്ടുന്ന ഒരു റോളാണ്. ഇനി എനിക്ക് അഭിനയിക്കേണ്ടുന്ന റോൾ എൻ്റെ മകന്റെ മരണാനന്തര ചടങ്ങുകളാണ്. ഞാൻ അന്ന് തൊട്ട് കർമ്മനിരതനായി. ഇതും പല ദുഃഖങ്ങളുമുണ്ട്. പക്ഷെ ആ ദുഃഖങ്ങളെല്ലാം മറികടക്കാൻ ഞാൻ എടുക്കുന്നത് കർമ്മത്തിലൂടെയാണ്, എഴുത്തിലൂടെ, വായനയിലൂടെ. ഏതാണ്ട് 26 പുസ്തകങ്ങൾ എഴുതി. ഇനി ഒരു മാസത്തിൽ ഒരു പുസ്തകം വെച്ച് ഇറക്കത്തക്ക രീതിയിൽ എഴുതിക്കൊണ്ടിരിക്കുക. ഞാൻ നീട്ടുന്നില്ല, സമയം ഒരുപാട് അതിക്രമിച്ചു. പക്ഷേ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, അതൊരു രഹസ്യമാണ്. ഓണക്കൂട് ഇവിടെ പറയുകയുണ്ടായി, അദ്ദേഹത്തിനെ AK സഹായിച്ചു. അദ്ദേഹം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ആദ്യം ഡയറക്ടറായത് ശ്രീ AK ആന്റണി മുഖേനയാണ്. അദ്ദേഹം അനർഹമായി സഹായമൊന്നും ചെയ്തിട്ടല്ല ആയത്. 92 അവിടുത്തെ ഡയറക്ടർ പോയപ്പോൾ അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി, ലീഡർ മുഖ്യമന്ത്രിയാണ്, സാംസ്കാരിക വകുപ്പ് മന്ത്രി TM ജേക്കബ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തമ്പാനെ ഡയറക്ടറാക്കാമെന്ന്. ഞാൻ പറഞ്ഞു, ഇനി ഒരു വർഷം കൂടെ ഉള്ളൂ എനിക്ക് പടവള രമേശന്. അദ്ദേഹം കഴിഞ്ഞിട്ട് എനിക്ക് തരുന്നതാണ് നല്ലത്. സീനിയർ അദ്ദേഹമാണ്. അത് ഈ AKD മൈലാണ്ട് AKD പ്രവർത്തിച്ച ഒരു ആദർശ ഭ്രാന്തായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് TM ജേക്കബ് അദ്ദേഹത്തെ പടവളയെ ഒരു രീതിയിലും നിയമിക്കില്ല എന്ന് പറഞ്ഞ് വേറൊരാളെ ഡോക്ടർ ശശിധരൻ നായരെ നിയമിച്ചു. ഞാൻ മുരളിയെ സ്വാധീനിച്ച് ശശിധരൻ നായരെ അവിടുന്ന് മാറ്റി കഴിഞ്ഞിട്ട് തന്നെ M ഹൊസനെയും തിരുവഞ്ചൂരിനെയും KCയും വിളിച്ചിട്ട് TM ജേക്കബ് പറഞ്ഞു, ഞാൻ രാഷ്ട്രീയത്തിലുള്ള കാലത്തോളം തമ്പാൻ ഇനി ഒരു ചുക്കുമാകത്തില്ല, അയാൾക്ക് ആദ്യം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വേണ്ട. എന്നിട്ട് ഞാൻ വെച്ച് അയാളെ മാറ്റിയിരിക്കുന്നു, ഇനി അയാളുമായിട്ടൊരു കോംപ്രമൈസ് ഇല്ല എന്നുള്ളത്. അത് കഴിഞ്ഞ് അന്ന് KPC പ്രസിഡന്റ് വയലാർ റവിയായിരുന്നു. ഞാൻ ചോദിച്ചാൽ എന്നും KPC ഓഫീസ് ചെയ്തു. ചോദിച്ചേട്ടനെ കണ്ടുണ്ടേ പറഞ്ഞു, നീ ഡയറക്ടർ ആകില്ല, പക്ഷെ നീ വിഷമിക്കണ്ട, ഞാൻ അവനെ ശരിക്കും ശകാരിച്ചിട്ടുണ്ട്. അപ്പം ചോദിച്ചേട്ടന്റെ സ്വഭാവം അറിയാമെന്ന് നമുക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞ സാരമല്ല ചോദിച്ചിട്ടല്ലോ, നമുക്ക് ഇതായല്ലോ, സഹിച്ചല്ലോ, ഇത് മതിയല്ലോ, ഞാൻ ഒരു പരിഭവം ഇല്ലാന്ന്. അപ്പോഴാണ് AK ആന്റണി മുഖ്യമന്ത്രിയാവുന്നത്. ഇങ്ങനെയാണെന്ന് അറിയില്ല, ഒരു മിറാക്കിൾ പോലെ അദ്ദേഹം മുഖ്യമന്ത്രി ആയതെന്ന് തീരുമാനം വന്നപ്പോൾ തന്നെ TM ജേക്കബ് എന്നെ വിളിക്കുന്നു. തമ്പാന് എല്ലാ ക്വാളിഫിക്കേഷനും കൊണ്ട്. അപ്പൊ 3 വർഷം കഴിഞ്ഞു എന്റെ ഒക്കെ കഴിഞ്ഞിട്ട് തമ്പാന് ഡയറക്ടറാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു, അടുത്ത ക്യാബിനറ്റിൽ തന്നെ വയ്ക്കുന്നുണ്ടെന്ന്. അപ്പം AK എനിക്കറിയാവുന്നുണ്ട്, അദ്ദേഹത്തോട് ഞാൻ ഒന്നും പറഞ്ഞില്ല. പക്ഷെ മന്ത്രിമാരായ VM സുധീരനോടും ആര്യാട് മുഹമ്മദിനോടും ഞാൻ ഇത് പറഞ്ഞിരുന്നു. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ആര്യാട് മുഹമ്മദിനെ കാണാൻ പോയി. അവിടെ ചെന്ന് പറഞ്ഞു, തമ്പാൻ തന്റെ കണക്കൊരു ഭാഗ്യവാൻ ലോകത്താരുമില്ല. ഞാൻ ചോദിച്ചു, എന്താണ് സാറേ? ഡയറക്ടർ നിയമനം നടന്നില്ല, ഇന്ന് നടന്നില്ല, അടുത്ത ക്യാബിനറ്റിൽ നടക്കും. TM ജേക്കബ് ഇത് പ്രസന്റ് ചെയ്തിട്ട് പറഞ്ഞു, തമ്പാൻ എല്ലാ യോഗ്യതയുണ്ട്, തമ്പാനെ നിയമിക്കണമെന്ന്. അപ്പോഴേ മുഖ്യമന്ത്രി പറഞ്ഞു, ഇതിൽ പേര് പറയുന്ന തമ്പാൻ എന്റെ ഒരു സുഹൃത്തും പഴയകാല സഹപ്രവർത്തകനുമാണ്, പക്ഷെ അതിന്റെ പേരിൽ ഇളവൊന്നും ചെയ്യേണ്ട. അപ്പോൾ TM ജേക്കബ് പറഞ്ഞ എല്ലാ യോഗ്യതകളും ഉണ്ട് എന്ന് എതിർക്കും. ഉണ്ടെങ്കിലും ഇത് അജണ്ടയിലില്ലല്ലോ, അടുത്ത ക്യാബിനറ്റിൽ വെച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹം മുഖ്യമന്ത്രി ആയില്ലായിരുന്നെങ്കിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പിരിയുകയും ഇദ്ദേഹം ഒരു പുസ്തകം എഴുതേണ്ടുന്ന ഒരു ആവശ്യവും വരികയില്ലായിരുന്നു എന്നുള്ളതും നന്ദിപൂർവ്വം ഞാൻ ഈ തരുണത്തിലൊക്കെയാണ്. പക്ഷെ ഈ സംഭവം ഒന്നും വസന്തകുമാറിന്റെ ആത്മകഥയിൽ എഴുതിയിട്ടില്ല. കാരണം ആരെയും നോവിക്കുന്ന കാര്യങ്ങളും എന്നുള്ള രഹസ്യങ്ങളും ഒന്നും എഴുതണ്ടെന്ന് ഞാൻ കരുതി. കാരണം ഇതിനെ തുടർന്ന് വയനാട്ടിൽ TM ജേക്കബിനോട് ചെയ്ത പ്രതികാരത്തിന്റെ കഥയുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ആ കഥ ഞാൻ ഇപ്പോഴും ഇവിടെ പറയുന്നില്ല. അത് ആത്മകഥയിൽ ഇല്ലാത്ത ഈ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് എന്റെ മനസ്സിലുള്ള ഈ കാര്യങ്ങൾ, എന്റെ ജീവിതങ്ങൾ വെച്ചായിട്ട് കവിത തുടങ്ങുന്ന ശൈലിയിൽ ആവിഷ്കരിക്കാൻ വസന്തകുമാറിന് കഴിഞ്ഞിട്ടുണ്ട്. വസന്തകുമാർ കവിയാണ്, ദിവ്യകാരനാണ്. അദ്ദേഹം അച്ചാന രവിയുടെ ദിവ്യചരിത്രം എഴുതിയിട്ടുണ്ട്, 2-3 കവിതാ സമാഹാരങ്ങൾ എഴുതുന്നുണ്ട്. പക്ഷെ ഇതിന് നിമിത്തമായി തന്നെ എന്നെ ബാലേന്ദ്രനാണ്. എനിക്ക് എന്നെ കുറിച്ച് ലേഖനങ്ങളുടെ സമാഹാരം ഇറക്കണമെന്നോ അല്ലെങ്കിൽ ജീവചരിത്രം ഇറക്കണമെന്നോ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നത്. ബാലേന്ദ്രനാണ് വസന്തകുമാറിനെ ചുമതലപ്പെടുത്തിയത്. എന്റെയും MM ഹസന്റെയും ജീവചരിത്രം, ഓണക്കൂറിന്റെയും 3 ജീവചരിത്രങ്ങളുണ്ട്. അപ്പം വസന്തകുമാർ ആദ്യം കൂടുതൽ പെട്ടെന്ന് കിട്ടുന്നതിനാണ് എന്റെ ആദ്യത്തെ ചരിത്രം. ഇതെല്ലാം ജീവിതം പോലെ ഇതുമെല്ലാം ഒരു നിയോഗമായി ഞാൻ കാണുന്നു. എന്നെ കുറിച്ച് ഇന്നിവിടെ വന്ന് സന്നിഹിതരായ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തട്ടെ. അടുത്ത ഗ്രന്ഥകർത്താവ് ശ്രീ KP വസന്തകുമാർ. ബഹുമാന്യനായ ബാലേന്ദ്രൻ സാർ,
ഞങ്ങളൊക്കെ ആരാധിക്കുന്ന ആന്റണി സാർ, എം ഹസൻ സാർ, ഞങ്ങളുടെ ഒക്കെ കൂടി പ്രവർത്തന ഫലം അനുഭവിച്ചിട്ടുള്ള പ്രിയമുള്ള പി സി വിശ്വനാഥ്, ഞാൻ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ഒരു വോട്ടറാണ്. അദ്ദേഹത്തിന് വേണ്ടി 19 വോട്ട് കഴിഞ്ഞ ഇലക്ഷന് ക്യാൻവാസ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും ഞങ്ങൾ അവിടെയല്ല, അവിടെ നിന്നൊക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജോർജ് ഓണക്കൂർ സാർ, ശ്രീ ചെറിയാൻ ഫിലിപ്പ്, പ്രിയമുള്ള വിളക്കുടി സാർ, എനിക്ക് ഇന്നിവിടെ നിൽക്കാൻ യോഗ്യത തന്ന തമ്പൻ സാർ, ആരാധ്യനായ തമ്പൻ സാർ, എന്റെ മുന്നിലുള്ള എന്നെക്കാൾ എത്രയോ അധികം രാഷ്ട്രീയ പാരമ്പര്യവും ബൗദ്ധിക ഉയർച്ചയും ഒക്കെയുള്ള പ്രിയ സദസ്സിലുള്ള പ്രിയപ്പെട്ടവരെ, ഇതൊരു നിയോഗം പോലെ, തമ്പൻ സാർ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ ഇതൊരു നിയോഗം പോലെ ഇതിൽ വന്നെത്തിയതാണ്. എന്റെ പുലരി എന്ന ഒരു കാവ്യസമാഹാരത്തിന്റെ സദ്ഭാവന ട്രസ്റ്റ് മനോഹരമായി പബ്ലിഷ് ചെയ്ത ഒരു കാവ്യസമാഹാരത്തിന്റെ പ്രകാശന വേളയിൽ ബഹുമാന്യനായ ബാലേന്ദ്രൻ സാർ, തമ്പാൻ സാർ പറഞ്ഞ ഈ 3 പേരുടെ ജീവചരിത്ര രചന ഞാൻ നടത്തണം എന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം ഒരു പക്ഷേ എന്റെ ചെറിയൊരു ജീവചരിത്ര പുസ്തകം ഞാൻ അദ്ദേഹത്തിന് വായിക്കാൻ കൊടുത്തിരുന്നു. അദ്ദേഹം കയ്യിൽ കിട്ടുന്ന പുസ്തകമൊക്കെ വായിക്കുമെന്നാണ് എന്റെ അറിവ്. അത് വായിച്ചത് കൊണ്ട് കൂടിയാകാമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് നിയോഗിക്കുകയായിരുന്നു. ഈ നിയോഗം ഞാൻ ഏറ്റെടുത്തു. ഞാനതിന്റെ രചന നടത്തുകയായിരുന്നു. ഒരിക്കലും ഞാനത് എഡിറ്റ് ചെയ്തിട്ടില്ല. ഈ പുസ്തകത്തിന്റെ ശരിയായ എഡിറ്റർ ഞാൻ ഈ പുസ്തകം നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ശ്രീമതി ജയ ശ്രീകുമാർ ആണെന്നാണ്. ഞാനതിന്റെ രചന നടത്തി. എനിക്കിതിൽ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ ക്രിയേഷന്റെ സർഗവ്യാപാരത്തിന്റെ ഒരു സ്പർശമുണ്ടായിരുന്നില്ല എങ്കിൽ എന്റെ അഭിമന്യ ഗുരുനാഥനായ ജോർജ് ഓണക്കൂർ സാറിന്റെ കണ്ണുകൾ നനയ്ക്കുവാർ വത്സല ടീച്ചറുടെയും സിനിയുടെയും രാധികയുടെയും ഒക്കെ ഇന്റർവ്യൂ മാറുമായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. സോമരാജൻ സാറിനെ ഞാൻ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹത്തിൽ നിന്നും സൂര്യന് കീഴിലുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ നടക്കും. പിന്നെ ഒരു നടത്തയോട് നടത്തയാണ്. ഇങ്ങനെ ഒരു വാചകം വീണ് കിട്ടി. അത് ഞാൻ അദ്ദേഹവുമായി കൂടുതൽ സംസാരിച്ചു. അതിന് എനിക്ക് തോന്നുന്നൊരല്പം കാവ്യാത്മക ഭാവമൊക്കെ നൽകി തന്നെയാണ് ഞാനത് കൊടുത്തിരിക്കുന്നത്. ഇത് ഞാനിങ്ങനെ ഒരിക്കൽ പോലും ഈ ഇന്റർവ്യൂകൾ അതുപോലെ ഞാൻ ഒരാളിന്റെയും കൊടുത്തിട്ടില്ല. അതൊരു ക്രിയേഷൻ അല്ല എന്ന് എനിക്ക് നന്നായി അറിയാം. അത് വെറും ഓണക്കൂർ സാർ പറയുന്നത് പോലെ നറേഷൻ മാത്രമാണ്. അത് അതുപോലെ കൊടുക്കണം. ഒരാൾ പറയുന്നത് അതുപോലെ കൊടുക്കണം. അതുപോലെ തന്നെ ക്രിയേഷന്റെ മേഖലകൾ പലതും കടന്നുപോയി. അതുകൊണ്ടായിരിക്കാം കാവ്യാംശം ഏറെയുള്ള ഹൃദയവുമായി ഈ വേദിയിലിരിക്കുന്ന ശ്രീ പി സി വിശ്വനാഥും ഈ മഹാന്മാരായ നേതാക്കളും ഒക്കെ ഈ പുസ്തകത്തിന്റെ ചില വാചകങ്ങളെങ്കിലും പുസ്തക താളുകളിൽ നോക്കാതെ ആവർത്തിച്ചത് സംസാരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ സംബന്ധിച്ചത് തൃപ്തി തന്ന ഒരു ഗ്രന്ഥരചന തന്നെയായിരുന്നു. അതിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് ബാലേന്ദ്രൻ സാറിനോടാണ് പ്രധാനമായി. അദ്ദേഹം എന്നെ ഏൽപ്പിച്ച രണ്ടാമത്തെ ഒരു ദൗത്യമായിരുന്നു അത്. അദ്ദേഹം എപ്പോഴും വളരെ ദൂരെ കൂട്ടി കണ്ടുകൊണ്ട് കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്, നല്ല ബോധ്യമുണ്ട്. അദ്ദേഹം ആദ്യം എന്നോട് ആവശ്യപ്പെട്ടത് ഒരു ഫെലോഷിപ്പ് വർക്ക് എന്നുള്ള നിലയിൽ നെഹ്റു സൂക്തങ്ങൾ കുറെയേറെ കളക്ട് ചെയ്തു തരണം. അത് നമ്മുടെ ആളുകൾക്ക് പ്രസംഗിക്കുവാൻ പോകുന്ന വേദികളിൽ പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടിയുള്ളതായിരിക്കണം. അത് തേടിപ്പോയി ഞാൻ പൂർത്തീകരിച്ചു കൊടുത്തു. സദ്ഭാവന ട്രസ്റ്റ് അത് പ്രസിദ്ധീകരിക്കുവാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ ദൗത്യമായിരുന്നു ഇത്. കൊല്ലം ജില്ലയിൽ നിന്ന് നല്ലൊരു എഴുത്തുകാരനായ ശ്രീ എസ് സുധീശനും ഒരു ഇന്റർനാഷണൽ സംഘടനയുടെ ഇന്റർനാഷണൽ ചെയർമാനായ ശ്രീ ഷാനവാസ് ഖാനും അഡ്വക്കേറ്റ് ഷാനവാസ് ഖാനും ഒക്കെ
അവരുടെയൊക്കെ ഉറക്കം മെനക്കെടുത്തിക്കൊണ്ട് ഞാൻ അവരെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഈ പുസ്തകത്തിന് വേണ്ടി. എറണാകുളം മുതൽ തിരുവനന്തപുരം വരെ ഒട്ടേറെ ആളുകളെ ഞാൻ സമീപിച്ചിട്ടുണ്ട്. അവരിൽ നിന്നൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിച്ച ഒരു കാര്യം, സമൂഹത്തിന് വേണ്ടത് മറ്റൊന്നുമല്ല, മോഡലുകളാണ്, മാതൃകകൾ വേണം. നാളെ ഒരുവൻ എടുത്തു വെച്ച് വായിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മാതൃകയാകുവാൻ എനിക്ക് കഴിയണമെന്ന് ഒരാൾ ചിന്തിച്ചാൽ, ഹാസൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് ഒരാൾ ചിന്തിച്ചാൽ ആ പുസ്തകം വിജയത്തിലെത്തി എന്ന് രചയിതാവിന് അഭിമാനിക്കുവാൻ കഴിയും. അങ്ങനെ മോഡലുകൾ സൃഷ്ടിക്കുകയാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ സ്വന്തമായി അനുവദിച്ചു കൊടുത്ത വലിയ പദവി സ്നേഹിതന് വേണ്ടി മാറിക്കൊടുത്ത ചരിത്രങ്ങൾ ഉൾപ്പെടെ വോയിസ് മെസ്സേജായും വോയിസ് റെക്കോർഡിംഗായും അടിയിൽ ഒപ്പിട്ട് വാങ്ങിയ സ്റ്റേറ്റ്മെന്റായും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അതൊക്കെ കൂടി എഴുതി ഒരു നല്ല മാതൃക അല്ലാതാക്കുവാൻ ഞാൻ തയ്യാറായിട്ടുമില്ല. അതുകൊണ്ട് ഇതൊരു ക്രിയേഷൻ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്റർവ്യൂ ജീവചരിത്രത്തിന്റെ ഒരു ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് സമൂഹത്തിന് എന്തെങ്കിലും നന്മ ചെയ്യുന്ന ഒന്നാകണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ നിലയിൽ തന്നെ ജീവചരിത്രം മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് ഞാൻ ഇതുവരെയുള്ള എന്റെ തീരുമാനം എന്നുകൂടി നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇവിടെ വന്ന മുഴുവൻ ആളുകൾക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്നേഹം നൽകിക്കൊണ്ട് ഞാനതിൽ എന്റെ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.